ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് ഗൈസ് പരിപാടികൾ? പുൽക്കൂടും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സെറ്റാക്കിയോ? ഇനി അഥവാ നിങ്ങൾ സെറ്റാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പുൽക്കൂടാണ് കേട്ടോ സെറ്റാക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ചെയ്തു നോക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറ്റവും കുറവും ഒക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ ഗൈസ്. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഇത് ആമസോണിൽ പാർസൽ വന്ന ബോക്സാ മറ്റാണ്. അപ്പോൾ ആ ബോക്സിലാണ് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് ബോക്സ് ഷേപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്റ്റിക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒഴിവായി കിട്ടി. അപ്പൊ ആ ബോക്സിനെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഹട്ട് മാതിരി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോളിനെ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ കുറച്ച് ഉണക്ക പുല്ലൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഉണക്കപ്പുല്ലൊന്നും കിട്ടൂല ഗൈസ്. അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇനി ഇതാ ഉണക്കപ്പുല്ല് ഞാൻ ആദ്യം ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ സെറ്റായി വന്നില്ല, ഇളകി വികുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഹട്ടിന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലോട്ട് ഈ രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല, ഞാൻ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അന്നേരം മുതലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ആയിട്ടും എനിക്കത് സാധിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഗൈസ്. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലാണ് എന്നെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കണ്ടന്റ് ആണല്ലോ മുഖ്യം. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് ഇത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ അതിന്റെ അടുത്ത സൈഡും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ബാക്കി വന്ന ആ മുകളിലുള്ള ഇതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡും സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിലും കൂടി കുറച്ച് പുല്ലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ബെത്ലഹേമിന്റെ കാലിത്തൊഴുത്തിന്റെ അത്ര ഒന്നും എത്തൂല ഇത്. ഞാൻ കുട്ടി കേരളത്തിലെ കാലിത്തൊഴുത്താണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഇവിടെ ആ തേർമോക്കോളിന്റെ ആ വൈറ്റ് കളർ കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്ന് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പെയിന്റ് രണ്ട് സൈഡിലേക്കൊന്ന് ക്ലിയർ ആയിട്ട് ഫില്ലാവുന്ന രീതിയിൽ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഫ്രണ്ട് ഭാഗം കുറച്ച് കാലിയായിട്ട് കാണുന്നതുകൊണ്ടൊന്നും എനിക്ക് അത്ര ഓക്കെ ആയി തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കല്ലിനെ കൊണ്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. ആദ്യം ഇവിടെ ഒരു വഴിയാണ് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. പുറത്ത് നമ്മുടെ വലിയ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുട്ടി കുട്ടി സ്റ്റോൺസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡ് ഞാൻ കാർഡ്ബോർഡ് ഷീറ്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തു. അതിനുശേഷം രണ്ട് സൈഡും കാർഡ്ബോർഡ് പ്ലെയിൻ ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലേക്ക് ഇതേമാതിരിയുള്ള ഗ്രീൻ കളർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഒരു ഗ്രാസിന്റെ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ഈ സ്റ്റോൺസും ആ ഗ്രീൻ കളർ പൗഡറൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ മുകളിലേക്ക്. അപ്പൊ ഗ്രീൻ പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു ലുക്ക് വന്നില്ലേ ഗൈസ്. ഇവിടെ ആ സൈഡിൽ ഞാൻ ആ ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചേരം എന്തോ ഒരു ബോറായി തോന്നിയതുകൊണ്ട് അതെടുത്തിട്ട് ഞാൻ അവിടെയും കൂടി ഈ ഗ്രീൻ പൗഡർ തന്നെയാണ് രണ്ട് സൈഡും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതോടെ ഏകദേശം തൊഴുത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാം. അപ്പൊ ഇവിടെ അതിന്റെ മുകളിലേക്ക് ഞാൻ ഇതേമാതിരി കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ക്രിസ്മസ് ട്രീ സെറ്റാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഇതേമാതിരി ആ ട്രീന്റെ ഇതില്ലേ ഗ്രീൻ കളർ, അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ട്രീ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ലൈറ്റ് ഇടുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റ് ഇട്ടത്. പക്ഷെ അത് വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയി ഗൈസ്, അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ആ ട്രീയിലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തത് ഒറ്റൊരു ദിവസം കൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് തീർക്കണമായിരുന്നു. കാരണം ഞാനിത് ചെയ്തത് 24-നാണ്, 25-നാണ് ക്രിസ്മസ്. അപ്പോൾ 25-ന് ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്തത് ഗൈസ്. സ്റ്റാർ ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് എന്ന് പറയുന്ന മാതിരി ഒരു സ്റ്റാറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർ ആണ് കേട്ടോ. അതിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ എന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഗൈസ് അവിടെ കുറച്ച് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അവിടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാലിത്തൊഴുത്ത് ശരിക്കും കാലിത്തൊഴുത്താക്കണ്ടേ, അതിനായിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്.
ഒറ്റ ദിവസം കൊണ്ടായതുകൊണ്ടെന്ന് എനിക്ക് ഇത്രയ്ക്കേ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉള്ള വീഡിയോ നെക്സ്റ്റ് കൊടുത്തേക്കാട്ടോ. അപ്പോൾ അതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഗൈസ്. പിന്നെ എന്തായാലും